ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ലഡു സിംഗ് സാറേ, ഞങ്ങള് പറയുന്നത് കേക്ക്. യവൻ കള്ളനാ. യവൻ 3 പ്രാവശ്യം മോഷ്ടിച്ചിട്ടുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? യവനിട്ട് ഒരുപാട് കൊടുക്കുകയും ചെയ്ത്, എന്നിട്ട് അവൻ 4ാമത്തെ പ്രാവശ്യം മോഷ്ടിക്കാൻ വന്ന്. യവന് കഠിന ശിക്ഷ കൊടുക്കണം. മേലാൽ ഇവൻ വേറെ എവിടെയും മോഷ്ടിക്കരുത്. ലഡു സിംഗ് സാറേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇവനെ കാണുമ്പോഴേ നാട്ടുകാർക്ക് മനസ്സിലാവണം ഇവനൊരു കള്ളനാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ ശരിയാവൂല. എന്റെ പൊന്നു ലഡു സിംഗ് സാറേ, ഒരു കാര്യം പറയാനുണ്ട്. അതെ, ഞാൻ നന്നാവും ട്ടോ. സാറൊരു കാര്യം ചെയ്തോട്ടാ. നമ്മുടെ നെറ്റിയില് സാറങ്ങ് എഴുതിക്ക സാറേ, ഞാനൊരു കള്ളനാണെന്ന്. എന്തേ, അതാവുമ്പോ ആൾക്കാരെന്നെ കാണും ഓടിപ്പോകുമല്ലോ. പിന്നെ എനിക്ക് എങ്ങനെയാ സാറേ മോഷ്ടിക്കാൻ പറ്റുക? നല്ല ഐഡിയ, നല്ല ഐഡിയ. താൻ നല്ല മനസ്സുള്ളൊരു കള്ളനാണ്. നല്ലവനാവൻ ശ്രമിക്കുകയാണ്. സ്വന്തം നെറ്റിയിൽ ഞാനൊരു കള്ളനാണെന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞില്ലേ താൻ? കൊള്ളാം, എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. സാർ എന്തുവാ ഈ പറയുന്നേ? പിന്നെ സാറേ, അതെ, പിന്നെ എന്റെ അടുത്തൊരു ടാറ്റു മെഷീൻ ഉണ്ട്. സാറ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് ഇത് എപ്പോഴേലും വരില്ലേ? അതിനെന്താ, കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ, ഇപ്പൊ തന്നെ കൊണ്ടുവാ. സാറ് സാറിന്റെ ബൈക്കിന്റെ താക്കോൽ എന്റെ കയ്യിൽ തരണയാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പഴേന്ന് ആ മെഷീനായിട്ട് ഞാനിങ്ങ് വരൂലേ. വേണമെങ്കിൽ സാറ് അതുവരെ ചായയും പരിപ്പൂടെ ഒക്കെ കഴിക്കട്ടാ. ഓക്കെ ഓക്കെ, ദാ ബൈക്കിന്റെ താക്കോല് എടുത്തോണ്ട് പോ. താങ്ക്സ് ലഡു സിംഗ് സാറേ. ലഡു സിംഗ് സാറേ, ഞാൻ സ്ഥലം വിട്ടിട്ടാ. ഇനി ഒരു തിരിച്ചു വരവില്ല. അവൻ ഓടുന്നത് കണ്ടില്ലേ? അവന് വേഗം ഫോളോ ചെയ്യേ. എന്റെ ലഡു സിംഗ് സാറേ, സാറിനെ മണ്ടനാക്കിട്ട് സാറിന്റെ വണ്ടിയും കൊണ്ടവൻ പോയത് കണ്ടില്ലേ? എന്നെ മണ്ടനാക്കിയവൻ രക്ഷപ്പെട്ടുന്നോ? എന്റെ ബൈക്കും കൊണ്ടവൻ കടന്നു കളയുകയും ചെയ്തു. ശിവ, നീ ഇപ്പൊ എവിടെയാണ്? അങ്കിൾ, ഓടിപ്പോകാൻ നോക്കേണ്ട കാര്യമല്ല. എത്രയും പെട്ടെന്ന് പോലീസിന് കീഴടങ്ങുന്നതായിരിക്കും നല്ലത്. ഏയ്, എന്റെ മുന്നിൽ നിന്ന് മാറിക്കട കന്നാലിക്കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. നീ എന്നെ തല്ലില്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ശിവ എന്നാണ് എന്റെ പേര്. റൗഡി റെഡ്ഡി എന്ന എന്റെ പേര് മൈൻഡിൽ വെക്കട്ടാ.
ആരെങ്കിലും വരുന്നതിന് മുമ്പ് ടെഡ്ഡി ബെയറിനകത്ത് കയറി കുത്തിരിഞ്ഞോളി. ഓക്കെ ബോസ്. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പൊറോട്ടയും ബീഫും കഴിക്കരുതെന്ന്. ഈ അർദ്ധരാത്രി കാറാണപ്പോ ബെല്ലടിക്കുന്നത്. ഇത് കണ്ടോ? എന്ത് നല്ല ടെഡിബെയറാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ വാതിക്കൽ ആരാണ് വെച്ചെന്ന് അറിയില്ലല്ലോ. നിങ്ങൾ ഒന്ന് ചോദിക്കുക ആരുടേതാണെന്ന്. ആരുടെങ്കിലും ആണോ ഇത്? ഇത് ആരുടെ ടെഡ്ഡി ബെയറാണെന്നൊന്ന് പറയുന്നുണ്ടോ? ഇതാരോ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ട് പോയിരിക്കാ പെണ്ണേ. ഇത് നമുക്ക് അകത്ത് കൊണ്ടുപോവാം. എന്റെ അമ്മ, ഇതിന് ഭയങ്കര ഭാരമാണല്ലോ. ഓ, നിങ്ങൾക്ക് ഒരു ടെഡിബെയർ പോലും പൊക്കാൻ പറ്റണില്ല. നിങ്ങൾക്ക് ഇപ്പൊ ശക്തിയില്ലെന്ന് തോന്നുന്നു. എന്താണ് നീ പറയണത്? എനക്ക് നല്ല ശക്തിയുണ്ട്. അടിപൊളി ശിവ, നീ തൊടാതെ തന്നെ ആ കാൻഡിലെല്ലാം തീ കെടുത്തി കളഞ്ഞല്ലോ. ഇത് എന്താ ദിശ കൂട്ടുകാരെ? ഇത് ഏത് ആൾക്കാരാ ഇങ്ങനെ റൂഫിന്റെ മുകളിൽ കൂടി ഓടുന്നത്? ദാ നോക്കിക്കേ. എനിക്ക് തോന്നുന്നത് കള്ളന്മാരുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടെന്നാണ്. നിങ്ങളൊക്കെ ആരാണ്? മര്യാദക്ക് ടോർച്ച് ഓഫ് ആക്കാൻ നോക്ക. ആരാന്ന് ചോദിച്ചില്ലേ? മര്യാദക്ക് ടോർച്ച് ഓഫ് ചെയ്യാൻ. അവരെ ടോർച്ചൊക്കെ പൊട്ടിക്ക്. വേഗം ആവട്ടെ.
ഇവന്റെ അടി എനിക്ക് കൊള്ളാൻ വയ്യ. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. റൗഡി നാട്ടാ എന്റെ പേര്. മോഷണമാണ് എന്റെ ജോലി. മൈൻഡില് വേണട്ടാ. ഇത്തവണ ഞാനൊരു പുതിയ പരിപാടി ഇറക്കിയിട്ടുണ്ടാ. നഗരത്തിലുള്ള എല്ലാ വീടുകളിലും മൊത്തമായിട്ട് ഒരുമിച്ച് ഞാൻ മോഷണം നടത്തിയിരിക്കും. ഹലോ മിസ്റ്റർ സ്വാമിയേ, എണീക്കടോ, ഉറക്കത്തിന്ന് അങ്ങടെ എണീക്കടോ. ഞാൻ 1000 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റത്. ഞാനേ കിങ് ഓഫ് ഹ്യൂമർ ഗുരുവാണ് പറയുന്നത്. നിങ്ങളെ മുമ്പിൽ ഞാൻ നിക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇങ്ങോട്ട് നോക്ക്, ഇതാ ഇവിടെ നിക്കണത് ഞാൻ. 1000 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാനൊരു ഭൂതമാ, നിങ്ങളെയും ഭൂതം ആക്കി തരാന്നേ. തയ്യാറാണോ? ഞങ്ങള് തയ്യാറല്ല, ഞങ്ങള് പോണോ? റൗഡി റെഡ്ഡി നാട്ടാ എന്റെ പേര്. മോഷണമാണിട്ടാ എന്റെ ജോലി. മൈൻഡിൽ വേണട്ടാ. നോക്ക് ചങ്ങാതികളെ, എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിയില്ലേ? നിങ്ങൾ ചെല്ലട്ടാ. എന്നിട്ട് ഓരോ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് വാട്ടാ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ടെഡിബർ നടന്നു പോന്നു. ഇത് ഏലിയനാണ്, ഏലിയനാണ്. ഒന്ന് മിണ്ടാതിരിക്ക. അത് ഏലിയനൊന്നല്ല, മനുഷ്യര് തന്നെയാ. അവര് കേൾക്കും. അല്ല, ഏലിയനാണ്. ഇത് ഏലിയനാണ്. ഇങ്ങനെ ടെഡി ബെയർ നടക്കൂലല്ലോ. ഇത് ഏലിയനാണ്. ഇന്ന് ഞാൻ ആ ടെഡി ബെയർ ഗാങ്ങിനെ അവസാനിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ടെഡി ബെയർ വേഷത്തിൽ തന്നെ അവരോടൊപ്പം ചേർന്ന് ഞാൻ ഓരോരുത്തരായിട്ട് ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കും. യെസ്. അല്ല, താൻ എങ്ങോട്ടായി പോകുന്നത്? വേഗം വന്നേ, ആ പിള്ളേരെ കണ്ടെന്നാ തോന്നുന്നു. എന്നെ എങ്ങോട്ടായി കൊണ്ടുപോണത്? എന്നെ വിട്. എന്നെ വിടാനല്ലേ പറഞ്ഞ. അല്ല, എന്തുട്ടാ ഞാനീ കാണണേ? ഒരുത്തന്റെ കയ്യിൽ ഒരു സാധനം ഇല്ലല്ലോ. ഇത് നല്ലൊരു സാഹചര്യമായിരുന്നില്ലേ? പേടിച്ചോടി ആൾക്കാരെ വീട്ടിൽ നിന്നല്ലേ മോഷ്ടിക്കാൻ പറഞ്ഞത് ഞാൻ. പക്ഷേ ബോസ്, ഞങ്ങൾക്ക് ആരുടെ വീട്ടിനകത്തേക്ക് കയറാൻ പറ്റിയില്ല. ആ വഴിക്ക് കുറച്ച് കുട്ടികൾ വന്നപ്പോ ഞങ്ങളെ കണ്ടു. ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ശിവ. എന്തൊട്ടാ പറയണേ? ആ കുട്ടി ഒരു ശല്യാണല്ലോ. നമ്മുടെ പുറകിൽ എന്തിനാ ഇങ്ങനെ എഴുന്നള്ളതെന്ന് അറിയില്ലട്ടാ. ആ ക്രാമിനെ കണ്ടുപിടിച്ചിട്ട് നമ്മളെല്ലാരും ഒന്നിച്ച് ചേർന്ന് ഒരു പാടങ്ങൾ പഠിപ്പിക്കണം. യു ആർ അണ്ടർ അറസ്റ്റ്. നിന്റെ മൊത്തം ഗ്യാങ്ങിനെ ഞാൻ പിടിച്ചിരിക്കുന്നു. കൊള്ളാം കൊള്ളാം കൊള്ളൂ. ലഡ്ഡു സിംഗ് സാറാണത്. സാറാണോ ഞങ്ങളെ പിടിച്ചത്? അതോ ഞങ്ങളാണോ സാറിനെ പിടിച്ചത്? സാറ് ചുറ്റിനൊന്നും അങ്ങോട്ട് നോക്കിക്കേ. എന്തിട്ടാ കണ്ടത്?
എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാരും ചേർന്ന് എന്നെ പിടിച്ചെന്നോ? പക്ഷെ പോലീസ് ഹാൻഡ്സപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ എന്തായാലും അവരെ കൈ പൊക്കിയിരിക്കണം, ശരിയല്ലേ? ഇല്ലട്ടാ, ആ പറഞ്ഞത് ശരിയായില്ല. ഇപ്പോ കള്ളന്മാര് ഹാൻഡ്സപ്പ് പറയും, പിന്നെ പോലീസായ സാറ് വേണം ഹാൻഡ്സപ്പ് ചെയ്യാൻ. ഹലോ ലേഡി സിംഗ് സർ. എന്റെ ശിവ എത്തിക്കഴിഞ്ഞു. എന്റെ ശിവ വന്നല്ലോ, എന്റെ ശിവ വന്നല്ലോ. ചിങ്ക് ചിക്കൻ ചിങ്ക് ചിക്കൻ ചിങ്ക്. ഏയ് കുട്ടി, നീ അധികം വളയണ്ടട്ടാ. വന്ന സ്ഥിതിക്ക് ഇനി നീ തിരിച്ചങ്ങ് പോവില്ല കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ വള്ളി. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അവര് തലയിൽ കിടക്കുന്ന ആ മാസ്ക് ആദ്യം എടുത്ത് മാറ്റ്. എന്നാൽ മാത്രമേ അവരെ ഇടിക്കാൻ സാധിക്കൂ. വരല്ലേ വരല്ലേ, അവിടെ നിക്ക് അവിടെ നിക്ക് അവിടെ നിക്ക്. ഞാനൊന്ന് ഇതിനകത്ത് പോയിക്കോട്ടെ, ഒന്ന് വെയിറ്റ്. എന്റെ നാട് പോയി. ഇനി തന്നെ ഒരുപാട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി താൻ ജയിലിലേക്ക് വേണം പോവാൻ. അവിടെ വെച്ച് ലഡു സിംഗ് സാർ ഒന്ന് ആലോചിക്കട്ടെ, നിന്നെ ടെഡി ബേറിട്ടിട്ട് ഇരിക്കണോ അല്ലെങ്കിൽ നേരിട്ട് ഇരിക്കണോന്ന്. റൗഡി റഗ്ഡി, യു ആർ അണ്ടർ അറസ്റ്റ്. ഏയ് ഏയ്, എന്തത്? ഞാൻ കൊണ്ടുവന്ന ഹാൻഡ് കഫ് എവിടെ പോയി? ഇതാണ് ലഡു സിംഗ് സാറ്. ഇതങ്ങോട്ട് പിടിക്ക്. റൗഡി നാട്ട എന്റെ പേര്, മോഷണാണ് എന്റെ ജോലി. മൈൻഡില് വെച്ചട്ടാ.